ബ്രാഹ്മണ പൂജ നിലനിന്നിരുന്ന പ്രഭു കുടുംബങ്ങളിലും ഇല്ലങ്ങളിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും മാത്രമാണ് ഈ സർപ്പബലി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീടുകളിൽ വരെ സർപ്പബലി നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സർപ്പബലി യഥാർത്ഥത്തിൽ ഒരു വഴിപാടല്ല. പൊതുവെ ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമാണ്, സർപ്പശാപം തലമുറകൾ ഇഴഞ്ഞു വന്ന് കൊത്തും എന്ന് പറയാറുണ്ട്. പ്രധാനമായിട്ടും സർപ്പോത്സവത്തിലെ ചടങ്ങ് സർപ്പം തുള്ളൽ നടത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കളം എഴുതി പാട്ടെടുത്ത് അതിന് സർപ്പോത്സവം എന്ന് പറയാറില്ല. പൊതുവേ 3 കളമെങ്കിലും വരുന്ന രീതിയിൽ സർപ്പം തുള്ളൽ നടത്തുക എന്നുള്ളതാണ് സർപ്പോത്സവം. മുൻകാലത്തൊക്കെ കുടുംബങ്ങളിൽ ഓരോ ദേവതമാരൊന്നും ഈ പറഞ്ഞ പോലെ വിഗ്രഹത്തിലാവണമെന്നില്ല. കാവിലെ വള്ളിയിലും ഇലയിലും കുളത്തിലും ഒക്കെ ആവാം ഉണ്ടാവുക. ഇപ്പോൾ ഒരു ആകാശ സർപ്പം ഉണ്ട്, പറനാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറനാഗം ചിലപ്പോൾ ഒരു പാലമരത്തിലാവും ഉണ്ടാവുക. ഈ മകളൻപാട്ട് എന്ന് പറഞ്ഞാൽ ഈ സർപ്പാരാധനയിൽ സർപ്പങ്ങളെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദേവതാ വിഭാഗമാണ് മകള കന്യകമാർ എന്ന് പറഞ്ഞാൽ. സർപ്പാരാധന മുടങ്ങിയത് കൊണ്ട് വലിയ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്ത് ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് പല കുടുംബങ്ങളിലും സർപ്പ പ്രതിഷ്ഠകളൊക്കെ നടത്താറുണ്ട്. കാവുകളെ നിലനിർത്തിയിരിക്കുന്നത് വെറുതെ അല്ല, കാവുകൾ ആരാധനയുടെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാവ് തീണ്ടിയാൽ കുളം പറ്റും എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് സർപ്പാരാധനയുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ധ്വജപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ധ്വജത്തിനുള്ള ഒരു മരം അതൊരു എണ്ണത്തോണിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ചേരയോ മറ്റൊരു പാമ്പ് വന്ന സമയത്ത് ആളുകൾ പറയുകയാണ് നാഗരാജാവാണെന്ന്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 10 പേര് ഇത് കണ്ടിട്ട് കൈകൂപ്പാനുണ്ടെങ്കിൽ 100 പേര് ഇതിനെ പരിഹസിക്കാനുണ്ട്. അപ്പോൾ ഇതല്ല നാഗാരാധന. ഇനി ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് പുതുതലമുറയ്ക്കാണ്, ഇനി വരുന്ന തലമുറയ്ക്കാണ് ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നു എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നത് കേൾക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, ഗുരു ഈ ഭൂതകാല നാഗേക്ഷി എന്ന സങ്കല്പത്തെ മുന്നോട്ട് വെച്ച ആ ഒരു സാഹചര്യം എന്താണ്? അല്ല, ഗുരു ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്നിട്ട് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ സമൂഹത്തിൻ്റെ അവസ്ഥ കൂടി നോക്കിയിട്ടാണ്. ഇപ്പം എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, അവരൊരു വൈക്കത്തെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ എല്ലാ വർഷവും സർപ്പം തുള്ളൽ നടത്തും. സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സർപ്പം തുള്ളൽ നടത്താറുണ്ട്. അപ്പോൾ സർപ്പം തുള്ളൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വലിയ ബൃഹത്തായ ഒരു പറമ്പിൽ നിന്ന് ഓരോ കഷ്ണം ഓരോ വർഷം മുറിച്ച് വയ്ക്കും സർപ്പം തുള്ളൽ നടത്താൻ വേണ്ടിയിട്ട്. അവസാനം കുടുംബം ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ്. അപ്പോൾ സർപ്പം തുള്ളൽ നടത്തി നന്നാവുന്ന സ്ഥലത്ത് ഈ സർപ്പം തുള്ളൽ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുടുംബം ക്ഷയിക്കുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ അവിടെ വന്നിട്ട് ഇനി നിങ്ങൾ സർപ്പം തുള്ളൽ നടത്തണ്ട, ആ സർപ്പക്കാവിലെ വിഗ്രഹങ്ങളെ ഓരോന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വൈക്കം കായലിലേക്ക് ഇട്ടു എന്ന് പറയുന്നത്. എന്നിട്ട് അവരിപ്പോൾ ആ കാവിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും, ഇപ്പോൾ വിഷസർപ്പക്കാവ്, പൊതുവേ ഈ നിരവധി ഈഴവ കുടുംബങ്ങളിൽ നിന്ന് വിഷസർപ്പക്കാവുകളൊക്കെ ഗുരു ഒഴിപ്പിച്ചിട്ടുണ്ട്. പൊതുവേ ഈ വിഷവൈദ്യം എന്ന് പറയുന്നതിനെ ഈഴവൈദ്യം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് വിഷസർപ്പക്കാവൊക്കെ ഗുരു ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭൂതകാല നാഗേഷിയുടെ ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് ഗുരു ഇതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ശിവഗിരി മഠത്തിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെ രേഖകൾ ലഭ്യമാണ്. ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഗുരു പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് ലഭ്യമാണ്. ശിവഗിരി മഠത്തിൻ്റെ രേഖയിൽ പോലും പാണാവള്ളി, തളിയാപറമ്പ്, ശ്രീ ഭൂതനാഥ നാഗേക്ഷി ക്ഷേത്രം എന്നാണ് അതിനകത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഭൂതകാല നാഗേക്ഷിയാണ്, അവിടുത്തെ പ്രതിഷ്ഠ ഭൂതകാല നാഗേക്ഷിയാണ്. ഗുരു അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അവിടെ ആ കുടുംബത്തിലേക്ക് ഗുരു വരണ സമയത്ത് അവിടെ ബലിയോട് കൂടിയിട്ടുള്ളൊരു ആചരണമാണ് നടന്നത്. അപ്പോൾ ആചരണങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്, ബലിയോട് കൂടിയാണെങ്കിലും എല്ലാ ആചരണങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷേ ഈ ആചരണം തെറ്റായിട്ട് ചെയ്തിട്ട് സമ്പ്രദായത്തെ നശിപ്പിച്ചിട്ട് അത് കുടുംബം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഗുരു പറഞ്ഞു ഈ ആചരണം ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു ഭൂതകാല നാഗേക്ഷി വിഗ്രഹം അത് ഗുരു തന്നെ എടുത്ത് പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തെ ഗുരു അവിടെ എടുത്ത് പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ്. ഗുരു തന്നെ ഈ ഭൂതകാല നാഗേക്ഷി വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ട് ഇവൾ ശിവനും ശക്തിയും ചേർന്നവളാണ്, ഇവൾ ശക്തി മാത്രമല്ല ശിവനും ചേർന്നവളാണ്, നിങ്ങൾ ഇവളെ ആരാധിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്തല ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ഗുരു ഭൂതകാല നാഗേക്ഷിയെ, അത് ഔദ്യോഗികമായിട്ട് രേഖയൊന്നുമില്ല, ഭൂതകാല നാഗേക്ഷിയെ ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വൈക്കത്തിനടുത്ത് ഉല്ലലടുത്ത് യക്ഷിയമ്പലം, അവിടുത്തെ ഭൂതകാല നാഗേക്ഷിയും പറ്റിയിട്ടും ഗുരു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഭൂതകാല നാഗേക്ഷി സമ്പ്രദായത്തെ നമ്മൾ പൊതുവേ ഇത് ശിവനും ശക്തിയും ചേർന്നിട്ടുള്ള സങ്കല്പം തന്നെയാണ്. കാര്യം മിക്കവാറും ഭൂതം, കാലൻ, അതിൻ്റെ മുകളിൽ നാഗേക്ഷി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ചില സമ്പ്രദായങ്ങളിൽ അതിൻ്റെ മുകളിൽ നാഗരാജാവിനെ കൂടി കാണാറുണ്ട്. അപ്പോൾ ഈ ഭൂതം എന്ന് പറഞ്ഞാൽ അത് മാറ്ററാണ്, കാലൻ എന്ന് പറഞ്ഞാൽ അത് ടൈമാണ് നമ്മൾ താത്വികമായിട്ട് നോക്കുന്ന സമയത്ത്. അല്ലാതെ ഭൂതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ടോ സമസ്ത ദേവതമാരുടെയും പ്രകൃതിയാണ് ആ ഭൂതം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിലിരിക്കുന്ന കാലൻ തന്നെയാണ്, മരണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ഭൂതകാല നാഗേക്ഷി ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലിരിക്കുന്ന നാഗേക്ഷി ആയതുകൊണ്ടാണ് ഇതിന് ഭൂതകാല നാഗേക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ ശിവനും ശക്തിയും ചേർന്നവളാണ്, ഇവളെ ആരാധിക്കുമെന്ന് ഗുരു പറഞ്ഞതാണ്. ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ശിവഗിരി മഠത്തിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളും ലഭ്യമാണ്.
സർപ്പക്കാവുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് സർപ്പബലിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? സർപ്പബലി എന്ന് പറയുന്നത് ഒരു പ്രധാന വഴിപാടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പൊതുവേ നമ്മൾ സർപ്പബലി കൊണ്ട് എല്ലാ സർപ്പങ്ങളും പ്രീതരാകും എന്ന് പൊതുവേ നമ്മൾ ഈ ജ്യോതിഷ പുസ്തകങ്ങളിൽ പ്രത്യേക പ്രശ്നമാർഗ്ഗത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഇന്നാണ് ഇത്ര അധികം സർപ്പബലി ചെയ്യുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ബ്രാഹ്മണ പൂജ നിലനിന്നിരുന്ന പ്രഭു കുടുംബങ്ങളിലും ഇല്ലങ്ങളിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും മാത്രമാണ് ഈ സർപ്പബലി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീടുകളിൽ വരെ സർപ്പബലി നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സർപ്പബലി യഥാർത്ഥത്തിൽ ഒരു വഴിപാടല്ല. സർപ്പതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായിട്ട് ചില കാരണങ്ങൾ, അപ്പം എന്ത് തരത്തിലുള്ള താപമാണോ അവിടെ സർപ്പശാപമാണോ ഉണ്ടായത് അതിന് പ്രതിവിധിയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പം അതിന് പല പല പ്രതിവിധികൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സർപ്പബലി ഉത്തമമാണെന്ന് ആചാര്യം പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ മിക്കവാറും എല്ലാവരും സർപ്പബലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സർപ്പബലി യഥാർത്ഥത്തിലൊരു വഴിപാടല്ല, അതൊരു പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് സന്താനം ഉണ്ടായാൽ ഞാൻ സർപ്പബലി നടത്തിക്കോളാം, ജോലി കിട്ടിയാൽ സർപ്പബലി നടത്തിക്കോളാം എന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ അടുത്ത കാലത്തുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മൾ സന്താനം ഉണ്ടായാൽ കാവിൽ പൂജ കഴിച്ചേക്കാം, ഇല്ലെങ്കിൽ സർപ്പം പാട്ട് നടത്തിക്കോളാം, സർപ്പം തുള്ളലെടുത്താം. അപ്പോൾ ഇതൊക്കെ തന്നെ സർപ്പങ്ങൾക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടാണ്. അപ്പോൾ സർപ്പബലി എന്ന് പറയുന്നത് സർപ്പത്തിൻ്റേതായിട്ടുള്ള ചില ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ ദേവതമാരുടെ അവർക്ക് ബലമുണ്ടാകും. ബലി എന്ന് പറയുന്നത് എപ്പോഴും ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്കവാറും സർപ്പക്കാവ് ക്ഷയിച്ചു പോയ അവസരത്തിൽ ഒത്തിരി കാവുകൾ വെട്ടി നശിപ്പിച്ചു അവിടുത്തെ ജീവജാലങ്ങൾക്കൊക്കെ ഹാനി വന്ന അവസരത്തിലൊക്കെയാണ് കൂടുതലും സർപ്പബലി നടത്തി കാണുന്നത്. പിന്നെ സർപ്പാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം ഒന്നുമല്ല സർപ്പബലി. കാര്യം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ആ കാവിൽ ആചരിച്ച് വരുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സർപ്പോത്സവം എന്ന് പറയുന്നത് സർപ്പം തുള്ളലാണ്. അപ്പോൾ അത് അവർക്ക് അത്രയും പ്രീതി ഉണ്ടാകുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ, അത് അവർക്ക് സന്തോഷിക്കാനുള്ളൊരു കർമ്മം എന്ന് പറഞ്ഞാൽ സർപ്പം തുള്ളലിലെ സർപ്പപ്പാട്ട്, നാഗക്കളമെഴുത്തും പാട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പം പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് കൂടുതലും സർപ്പബലി കണ്ടുവരുന്നത്. പിന്നെ സർപ്പബലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ശിവൻ്റെ സപരിവാരം പൂജയാണ്. നമ്മൾ ശിവനെ പൂജിച്ചിട്ട് പരിവാരങ്ങളായിട്ട് നാഗങ്ങൾക്കും അതുപോലെ സപ്തഗ്രഹ ബാധകൾക്കും ഒക്കെ നമ്മൾ ബലി തൂകുന്ന ഒരു ഏർപ്പാടാണ്. അപ്പം അവർക്ക് സംഭവിച്ചു പോയ കാര്യത്തിനൊരു പ്രായശ്ചിത്തം, സർപ്പദോഷത്തിന് പരിഹാരം എന്നുള്ള നിലക്കാണ് വഴിപാട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് സർപ്പബലി ചെയ്തു വരുന്നത്. ഇപ്പോൾ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർപ്പശാപം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർപ്പശാപം എന്ന് പറഞ്ഞാൽ പൊതുവേ ഗ്രന്ഥങ്ങളിലൊക്കെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാവ് നശിപ്പിക്കുക, അതുപോലെ കാവ് അശുദ്ധമാക്കുക, കാവിൽ വെച്ച് മലമൂത്ര വിസർജനം നടത്തുക, അതുപോലെ അവിടെ വെച്ചിട്ട് സ്ത്രീ പുരുഷ സംസർഗം, സ്ത്രീ പുരുഷ ബന്ധമൊക്കെ ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട്, അതുപോലെ തന്നെ ഈ സർപ്പക്കാവിൽ കാണുന്ന ഇവരുടെ പ്രതിനിധികളായിട്ടിരുന്ന പാമ്പുകളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാലും സർപ്പശാപം ഉണ്ടാവുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ സർപ്പശാപം എന്ന് പറയുന്നതിന് കുറേ കൂടി ആഴത്തിൽ പോകേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവെ ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമാണ് സർപ്പശാപം തലമുറകൾ ഇഴഞ്ഞു വന്ന് കൊത്തും എന്ന് പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള പാപകർമ്മങ്ങളെ കൂടി ഈ ജാതകത്തിലൊക്കെ സർപ്പശാപം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഉപാസനാ സംബന്ധമായി വന്നിരിക്കുന്ന ചില വൈകല്യങ്ങളും സർപ്പശാപമായിട്ട് വരാം. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതൊരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ജാതകത്തിലൊക്കെ രാഹുവിൻ്റെ സ്ഥിതി അപ്പോൾ ഇത് സർപ്പശാപമാണ്, ഇല്ലെങ്കിൽ പ്രശ്നത്തിലൊക്കെ ഇത് സർപ്പത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇപ്പം ഈ ഏതെങ്കിലും ഒരു ഗ്രഹയോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇന്ന തരത്തിലുള്ള സർപ്പശാപമാണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ചിലപ്പം ഈ പ്രേക്ഷകനോട് ചോദിക്കുന്ന സമയത്ത് അവരങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങളെ കൂടിയും സർപ്പശാപത്തിനകത്തേക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഉപാസനയിൽ വരുന്ന വൈകല്യങ്ങൾ, നമ്മൾ ഗുരുപദേശം ഇല്ലാതെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് സർപ്പശാപമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ പൂർവികർക്ക് ഉണ്ടാവുന്ന ശാപതാപങ്ങൾ, പൂർവികരാൽ വന്നുവിടുന്ന ശാപതാപങ്ങളെ കൂടിയും ഈ സർപ്പശാപങ്ങളുടെ ഗണത്തിലേക്ക് പെടുത്താൻ സാധിക്കുന്നതാണ്. അത് എന്ത് തരത്തിലുള്ള ശാപമാണെന്ന് കണ്ടിട്ട് വേണം അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ. ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മഫലങ്ങളാണ് ഈ സർപ്പശാപമായിട്ട് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അവനവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അമ്പലത്തിൽ വഴിപാട് കഴിച്ചത് കൊണ്ട് അതിന് കാരണമാവണമെന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ തറവാട്ടിലെ നാഗാരാധന മുടങ്ങി, ഇല്ല ഇതുപോലെ തന്നെ സർപ്പപൂജകൾ മുടങ്ങിയില്ല, സർപ്പക്കാവ് നശിപ്പിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചിത്രകൂടകരണം, ഇല്ലെങ്കിൽ ഈ സർപ്പബലിയോ സർപ്പം തുള്ളലോ നൂറുമ്പാലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് നടത്തേണ്ടുന്ന പരിഹാരങ്ങൾ. കൃത്യമായ ഒരു ഇടവേളയിൽ ഇങ്ങനെ നൂറും പാലും കൊടുക്കുക, അല്ലെങ്കിൽ പുള്ളവും പാട്ട് നടത്തുക, ഇങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി കാവുകളുമായിട്ട് അനുബന്ധിച്ച് കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ സർപ്പോത്സവങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സർപ്പോത്സവം എന്ന് പറയുമ്പോഴേ പൊതുവേ മധ്യകേരളത്തിലേക്കും അതുതന്നെ കുറച്ച് തെക്കോട്ടും ആചരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലത്ത് പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടൈമാണ് സർപ്പോത്സവം എന്ന് പറഞ്ഞാൽ.
അപ്പോൾ സർപ്പങ്ങൾക്ക് ഉത്സവം നടത്തുക എന്ന് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സർപ്പോത്സവത്തിലെ ചടങ്ങ് സർപ്പം തുള്ളൽ നടത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കളം എഴുതി പാട്ടെടുത്ത് അതിന് സർപ്പോത്സവം എന്ന് പറയാറില്ല. പൊതുവേ 3 കളമെങ്കിലും വരുന്ന രീതിയിൽ സർപ്പം തുള്ളൽ നടത്തുക എന്നുള്ളതാണ് സർപ്പോത്സവം. പക്ഷേ വടക്കോട്ടും സർപ്പം തുള്ളൽ നടത്താറുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്കൊക്കെ സർപ്പം തുള്ളൽ കാണാറുണ്ടെങ്കിലും അവിടെ സർപ്പോത്സവം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ച് കാണാറില്ല. പൊതുവെ ഈ ഭാഗത്തേക്കാണ് സർപ്പോത്സവം എന്ന് പറയാറ്. അപ്പോൾ സർപ്പോത്സവം എന്ന് പറഞ്ഞാൽ നാഗരാജാവ് മുതൽക്കുള്ള ആ കാവിലെ സർപ്പങ്ങൾക്ക് അവരുടെ രൂപങ്ങൾ എഴുതി ആ തുള്ളൽ നടത്തുക എന്നുള്ള ഒരു സമ്പ്രദായമാണ്. പൊതുവേ ഈ കാവിലെ സർപ്പങ്ങൾ, ഭൂരിഭാഗം കാവുകളിലെയും സർപ്പങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചില കാവുകളിലെ സർപ്പങ്ങൾ എപ്പോഴും ഉത്സവം ആഗ്രഹിക്കുന്നവരാണ്, ഉണർന്നിരിക്കുന്നവരാണ്. ചില കാവുകളിൽ നമ്മൾ വിളക്ക് പോലും വെക്കില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ തപസ് ചെയ്യുന്ന സർപ്പങ്ങളാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പൂജകളോ വിളക്കുകളോ ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചില കാവുകൾ അങ്ങനെയാണ്. ഇപ്പം ഒരു തറവാട്ടിൽ 5 കാവുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാവിൽ മിക്കവാറും മാസപൂജ ഉണ്ടാവാം. മാസപൂജകൾ പണ്ടും നിലനിന്നിരുന്നുണ്ട് സർപ്പക്കാവുകളിൽ, ഈ ചതുർമാസ്യ വ്രതം ഒഴികെയുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഒരു കാവിൽ വിളക്ക് വയ്ക്കാം, വേറൊരു കാവിൽ ചിലപ്പം ആഴ്ചയിലൊന്നാവാം വിളക്ക് വയ്ക്കുന്നത്. ചില കാവുകളിൽ വർഷത്തിൽ 100 പാല് കൊടുക്കലേ ഉണ്ടാവുള്ളൂ. അവിടെ മണിയടിച്ചിട്ടുള്ള പൂജകളോ ഇല്ലെങ്കിൽ നിത്യേന വിളക്കുവെപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ദേവതമാരുടെ സ്വഭാവമാണ്. അപ്പോൾ ഈ പൊതുവെ തപസ് ചെയ്യുന്നവരാണ് സർപ്പങ്ങൾ എന്ന ഒരു സങ്കല്പം പൊതുവെ എല്ലാ സർപ്പങ്ങളും നല്ല പൊതുവെ സർപ്പങ്ങളെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ തപസ്സിൽ നിന്ന് ഉണർത്തിയിട്ട് അവരുടെ അനുഗ്രഹ കലകളെ ആ സന്താനങ്ങളിലേക്കും ആ കുടുംബത്തിലേക്കും എന്തിനാ ദേശത്തിലേക്ക് കൂടി പ്രസരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ സർപ്പോത്സവം അഥവാ സർപ്പം തുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ചടങ്ങ് കളമെഴുതി പാടുക. ആ സർപ്പങ്ങളെ പ്രത്യേകം വിധാനിച്ചിട്ടുള്ള പന്തലിലേക്ക് എഴുന്നള്ളിച്ചിട്ട് അവരുടെ അവദാനങ്ങളൊക്കെ പാടി അവരുടെ രൂപം വരച്ച് പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട്, ആദ്യത്തെ കളം മിക്കവാറും ആ ഭാഗത്തേക്ക് ഭസ്മം കൊണ്ടാണ്, ഭസ്മം കൊണ്ട് നാഗരാജാവിനെ വരയ്ക്കണമെന്നുള്ള സങ്കല്പമാണ്. അപ്പം നാഗരാജാവ് ശരിക്കും ഈശ്വരനായതുകൊണ്ട് പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് ആ നാഗരൂപം വരയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് സമ്പ്രദായത്തിൽ വ്യത്യാസം ഉണ്ടാവും. നാഗരാജാവിന് തന്നെ പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് രൂപം വരയ്ക്കുന്ന ആളുകളുണ്ട്, രൂപക്കളങ്ങൾ വരയ്ക്കാറുണ്ട്. പൊതുവേ സർപ്പക്കളം നാഗരാജാവിന് പല ആചാര്യന്മാരും അങ്ങനെ വരക്കാറില്ല. അപ്പോൾ നാഗരാജാവിന് ഭസ്മം കൊണ്ട് നാഗരാജാവിൻ്റെ നിഴൽ എന്നുള്ള സങ്കല്പത്തിൽ ആ കളം വരച്ചിട്ട് പിന്നെ പഞ്ചവർണ്ണപ്പൊടികൾ നാഗേക്ഷി മുതലായിട്ടുള്ള മണിനാഗം, കരിനാഗം, എരിനാഗം, കുഴിനാഗം, അഞ്ജനമണിനാഗം, പറനാഗം ഇങ്ങനെ ആ ദേവതമാരുടെ രൂപങ്ങൾ വരച്ചിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് സർപ്പം തുള്ളൽ. ആ സർപ്പം തുള്ളൽ തന്നെ 12 വർഷം കൂടുന്ന സമയത്ത് മകളംപാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം കൂടി നടത്താറുണ്ട്. ഈ മകളൻപാട്ട് എന്ന് പറഞ്ഞാൽ ഈ സർപ്പാരാധനയിൽ സർപ്പങ്ങളെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദേവതാ വിഭാഗമാണ് മകള കന്യകമാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് പലയിടത്തും മകള കന്യകമാർ ഈ സപ്തമാതൃക്കളോ അങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. സർപ്പങ്ങളെ എഴുന്നള്ളിക്കുന്ന സമയത്ത് അവരോടൊപ്പം അകമ്പടി സേവിക്കുന്ന 7 അർദ്ധനാഗങ്ങളായിരിക്കുന്ന കന്യകമാരാണ് മകള കന്യകമാർ എന്നാണ് അവരുടെ സങ്കല്പം. ഈ മകള കന്യകമാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ യോഗിനിമാരാണ് ശരിക്കും. അതായത് നാഗലോകത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതും ഇനി ആരൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്ന് വിചാരിക്കുന്നതുമൊക്കെ ഈ മകളകന്യകമാരാണെന്നുള്ള സങ്കല്പമാണ്. ഈ മകളകന്യകമാരെ സാധാരണ എല്ലാ വർഷവും സർപ്പം തുള്ളൽ നടത്തുന്ന സമയത്ത് സർപ്പക്കളം തീരുമ്പോൾ പൊങ്ങുന്നൂറുടിക്കുക എന്ന് പറയും. അതായത് നമ്മൾ ഈ ഒരലിനെ പട്ടുടുപ്പിച്ച് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇളങ്കരിക്ക്, അതുപോലെ ചിലയിടങ്ങളിൽ ദശപുഷ്പം, അതുപോലെ നൂറുംപാലിന് ചേരുന്ന എല്ലാ ദ്രവ്യങ്ങളും ചേർത്ത് ഒലക്ക കൊണ്ട് ആ തുള്ളിയ പിണിയാളന്മാർ ഇടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ ഇടിക്കുന്ന സമയത്ത് അവരെ കലി കൊണ്ട് വീഴുക, അങ്ങനെയാണ് അവർ സർപ്പം തുള്ളൽ പൂർണ്ണമാവുന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ മകളകന്യകമാരെ ഈ അവരുടെ ആചാരം വാർഷികമായിട്ട് ഈ ചെറിയ രീതിയിൽ പൊങ്ങുന്നൂറുടി മാത്രമായിട്ട് ചെയ്തിട്ട് 12 വർഷം കൂടുന്ന സമയത്ത് സർപ്പം തുള്ളൽ കാലം കൂടും. അന്ന് മകളംപാട്ട് നടത്തുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ശരിക്കും സർപ്പോത്സവം ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ മകളംപാട്ട് പലയിടത്തും നടത്താറില്ല. കാര്യം പ്രായോഗികമായിട്ട് പല വിഷയങ്ങളും അതിനകത്തുണ്ട് മകളംപാട്ട് നടത്തുന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് മകളൻപാട്ട് എന്ന് പറയുന്ന അനുഷ്ഠാനം ഇപ്പോൾ മിക്കവാറും ചുരുക്കി നടത്തുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ 7 വർഷം കൂടുമ്പോൾ തുള്ളൽ നടത്തുന്ന സ്ഥലത്തും പിന്നെ അങ്ങനെയൊക്കെ മകളംപാട്ട് വളരെ ചുരുങ്ങിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതും വളരെ ലുബ്ധമായിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം ഒന്നും പരിപൂർണമായിട്ടുള്ള രീതിയിലൊന്നുമല്ല മകളംപാട്ട് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സർപ്പം തുള്ളൽ നടത്തി കഴിഞ്ഞാൽ കൃത്യമായി ചിട്ടയോടുകൂടി കൃത്യമായിട്ടൊരു ആചാര്യൻ്റെ ഒരു നിർദ്ദേശത്തിൽ നമ്മൾ സർപ്പം തുള്ളൽ നടത്തി കഴിഞ്ഞാൽ സകല സൗഭാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വലിയ രോഗദുരിതങ്ങൾ, സർപ്പാരാധന മുടങ്ങിയത് കൊണ്ട് വലിയ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്ത് ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് പല കുടുംബങ്ങളിലും സർപ്പപ്രതിഷ്ഠകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ സർപ്പപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ദുരിതങ്ങളൊക്കെ പൊതുവേ മാറി കിട്ടാറുണ്ട്. ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വന്ന് കാണാറുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധിയൊന്നും ചിലപ്പം അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്താൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് സർപ്പം തുള്ളൽ. പലയിടത്തും അത് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് പൂജ നടത്തുന്ന കാവുകളിൽ ഇനി ആ സർപ്പങ്ങൾ തുള്ളുന്നവരാണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞു സർപ്പങ്ങൾ പല സ്വഭാവമുള്ളവരാണ്. ചില നാഗങ്ങൾ തുള്ളാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ചിലർ തപസ് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പം ഈ
തുള്ളൽ അല്ലെങ്കിൽ സർപ്പോത്സവം എന്ന് പറയുന്ന കാര്യം പലയിടത്തും നടത്തി വരുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ അഭിവൃദ്ധി വന്ന് കാണാറുണ്ട്. ഇപ്പം സാധാരണഗതിയിൽ സർപ്പപൂജയോ നൂറുമ്പാലോ സർപ്പബലിയോ ഒക്കെ നടത്തിയാൽ കിട്ടാത്തൊരു അഭിവൃദ്ധി ചിട്ടയായിട്ട് സർപ്പം തുള്ളൽ നടത്തിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു അഭിവൃദ്ധി കുടുംബത്ത് ഉണ്ടായി കാണാറുണ്ട്. പ്രകൃതിയായിട്ട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണല്ലോ സർപ്പാരാധന എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ചിത്രകൂടവും ചുറ്റുമതിലും മാത്രം മതി കാവിൻ്റെ പ്രാധാന്യം കുറഞ്ഞ് വരുന്നത് കാണാറുണ്ട്. പഴമക്കാർ പറയുന്നത് കാവ് തീണ്ടിയാൽ കുളം വറ്റുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ആ പ്രകൃതിയോടിണങ്ങി ഈ ഒരു ആരാധനാക്രമം പാലിച്ചു വരേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം ഒന്ന് പറയാമോ? പൊതുവെ ഈ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സർപ്പക്കാവുകൾ ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന, ഇതെന്തായാലും ഭൂമി എന്ന് പറയുന്നത് പുരാതന കാലഘട്ടത്തിൽ മൊത്തത്തിൽ വനാണല്ലോ, ആ വനത്തെ വിശുദ്ധ വനമായിട്ട് നിലനിർത്തുന്ന ഒരു സമ്പ്രദായമാണ് സർപ്പക്കാവുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സർപ്പാരാധന എന്ന് പറഞ്ഞാൽ കാവ് മാത്രമല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കാവെന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സർപ്പപൂജയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ആ നൂറുമ്പാൽ ദേവന് തർപ്പിച്ച് കഴിഞ്ഞാൽ കാവിന് തർപ്പണം ചെയ്യണം. മുൻകാലത്തൊക്കെ കുടുംബങ്ങളിൽ ഓരോ ദേവതമാരൊന്നും ഈ പറഞ്ഞ പോലെ വിഗ്രഹത്തിലാവണമെന്നില്ല. കാവിലെ വള്ളിയിലും ഇലയിലും കുളത്തിലും ഒക്കെ ആവാം ഉണ്ടാവുക. ഇപ്പോൾ ഒരു ആകാശ സർപ്പം ഉണ്ട്, ഒരു പറനാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറനാഗം ചിലപ്പോൾ ഒരു പാലമരത്തിലാവും ഉണ്ടാവുക. ഒരു കരിനാഗം എന്ന് പറഞ്ഞാൽ കരിനാഗത്തിൻ്റെ പ്രത്യക്ഷ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കാഞ്ഞിരമരമായിരിക്കാം. അതുപോലെ സർപ്പേക്ഷി ഉണ്ടെങ്കിൽ അതൊരു കരിമ്പനയിലാവും ആ ദേവീനെ നമ്മൾ സങ്കല്പിക്കുന്നത്. അതുപോലെ കുഴിനാഗങ്ങൾ എന്ന് പറയുന്നത് കുളത്തിലോ കിണറ്റിലോ ആവാം. അപ്പോൾ ഇത്തരം പ്രകൃതിയായിട്ട് വളരെ ഇഴചേർന്ന് പോകുന്ന ഒരു ആരാധനാവിധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവതമാരെ നമ്മളിങ്ങനെ കാവ് ഒഴിപ്പിച്ചിട്ട് അതിനെ ഒരു ചിത്രകൂടത്തിനകത്തേക്ക്, ഒരു സിമെൻറ്റ് ചിത്രകൂടത്തിനകത്തേക്കോ അല്ലെ കരിങ്കല്ലോ വെട്ടുകല്ലോ ആവട്ടെ, അതിനകത്തേക്ക് മാറ്റുന്നതിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠകളാവാം, പക്ഷേ അത് കാവ് നശിപ്പിച്ചിട്ടാവരുത്. ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ അവരുടെ സർപ്പക്കാവ് കുറച്ച്, അവരുടെ വിഗ്രഹങ്ങളൊക്കെ കുറച്ച് ജീർണാവസ്ഥയിലായി, വിഗ്രഹങ്ങളെ തറയൊക്കെ കുറച്ച് ജീർണാവസ്ഥയിലായി. അപ്പോൾ അവർക്ക് പുനഃപ്രതിഷ്ഠ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു തന്ത്രി കുടുംബത്തിനെ സമീപിച്ച സമയത്ത് അവർ പറഞ്ഞത് കാവ് മുഴുവൻ വെട്ടിത്തെളിക്കണമെന്നാണ് പറഞ്ഞത്. ഈ കാവ് വെട്ടിത്തെളിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ഇതിൻ്റെ ജീർണാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ അവരുടെ കുടുംബത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാവ് ഇവർ വെട്ടിത്തെളിച്ച്, കാര്യം ആചാര്യം പറയുന്നത് അവർക്ക് അറിയാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് ആ കാവ് വെട്ടിത്തെളിക്കാതെ ചിത്രകൂടം പണിയാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ കാവ് വെട്ടിത്തെളിച്ച് ചിത്രകൂടം പണിത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു വലിയ ഒരാളുടെ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയത്. പ്രതിഷ്ഠ കഴിഞ്ഞോടുകൂടിയിട്ട് ആൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സർപ്പാരാധന ഇല്ലെങ്കിൽ അവനവൻ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രകൃതിയുടെ ചെറിയതും വലുതുമായിട്ടുള്ള ചലനങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാവുകളെ നിലനിർത്തിയിരിക്കുന്നത് വെറുതെ അല്ല, കാവുകൾ ആരാധനയുടെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാവ് തീണ്ടിയാൽ കുളം പറ്റും എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് സർപ്പാരാധനയുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇനി വരുന്നൊരു തലമുറ, ഇപ്പം ആരാധകന്മാർ, ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തത്വം പറഞ്ഞ് ദേവതയെ ആചരിക്കുന്നുണ്ട്. പക്ഷേ പുതുതലമുറ ഇതിനെ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ കാവിൻ്റെയും കുളത്തിൻ്റെയും പേർക്കാവും. അപ്പോൾ അത് നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നാഗാരാധനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് പുള്ളുവൻ പാട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ. അപ്പോൾ അത് അനുഷ്ഠിക്കുന്നവരെക്കുറിച്ച്, ആ ഒരു വിഭാഗത്തെക്കുറിച്ച്, പുള്ളുവന്മാരെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഈ പുള്ളുവ സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുലത്തൊഴിൽ തന്നെ നാഗാരാധന ചെയ്യുക, നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കളമൊക്കെ ചമച്ച് ആ നാഗങ്ങളെ പാടി പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അവർ കുലപരമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിൽ തന്നെ. അപ്പോൾ ശരിക്കും കേരളത്തിലെ സർപ്പാരാധനയെ പറ്റി പറയുന്ന സമയത്ത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ജനവിഭാഗം തന്നെയാണ് പുള്ളുവന്മാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ പേരുമായിട്ട് സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോകുന്ന സമയത്ത്, ഏറ്റവും വടക്കേറ്റത്തേക്ക് പോകുന്ന സമയത്ത് ഈ പുള്ളുവ സമുദായക്കാരെന്ന് പറയുന്നത് പൊതുവേ വൃക്ഷക്കളം, പക്ഷിക്കളം, ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ ഈ കുട്ടികൾക്കുണ്ടാവുന്ന പക്ഷിപീഡകൾ മുതലായവ മാറുവാൻ വേണ്ടിയിട്ട് വൃക്ഷക്കളവും പക്ഷിക്കളവും ഒക്കെ ചിത്രീകരിച്ച് പാട്ടുപാടുന്നവരാണ്. അപ്പോൾ അവർ പൊതുവേ ഈ നാഗാരാധനയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, അവരെ പ്രേതമ്പാടികളെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ പൊതുവേ അവർ കണ്ണൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തെക്കോട്ടേക്ക് വരുമ്പോൾ പുള്ളുവ സമുദായം പ്രധാനമായിട്ടും നാഗാരാധനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നാഗമ്പാടികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ പുള്ളുവ സമുദായത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പുള്ളുവൻ എന്ന് പറയുന്നത് പുള്ളിൻ്റെ പാട്ട് പാടുന്നത് കൊണ്ടാണെന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. പക്ഷേ പൊതുവേ അവർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പരമശിവനായിട്ട് പുല്ലിൽ നിന്ന് സർപ്പാരാധന ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളുവ സമുദായത്തെ സൃഷ്ടിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ പുല്ലുത്ഭവനാണ് പുള്ളുവൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൂടുതലും ആ ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഒരു വീണയും
കുടവും കൈമണിയും അത് ത്രിഗുണാത്മകമായിട്ടുള്ള ആ വീണാകുടം കൈമണികൾ കൊണ്ടിട്ട് നാഗത്തെ സ്തുതിച്ച് പാടുക എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. അപ്പോൾ അതിൽ ചെറിയ ദേശഭേദം അനുസരിച്ച് വ്യത്യാസമുണ്ട്. പൊതുവെ വടക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കൊക്കെ പുള്ളുവന്മാർ പാടുന്ന പാട്ടുകൾക്കും അവരുടെ ആരാധനാമൂർത്തികൾക്കും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും പൊതുവെ ഈ പുള്ളുവന്മാരുടേതായിട്ടുള്ള നാഗാരാധനാ സമ്പ്രദായത്തെ കുട്ടനാടൻ സമ്പ്രദായം എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ പൊതുവെ ഇപ്പോൾ നമ്മൾ ഈ മലബാര സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പുള്ളുവന്മാരുടെ സമ്പ്രദായത്തെ അവർ പൊതുവെ എൻ്റെ കുട്ടനാടൻ അവരുടെ സമ്പ്രദായത്തിന് സത്യം പറയുന്ന സമയത്ത് പലപ്പോഴും കുട്ടനാടൻ സമ്പ്രദായം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിൽ ദേവതമാരെ പറ്റി പാടി സ്തുതിക്കുക, അതുപോലെ തന്നെ ആ ദേവതമാരുടെ രൂപങ്ങൾ കൃത്യമായിട്ടൊക്കെ വരച്ച് പാടുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമുദായമാണ്. അതുപോലെ തന്നെ ആ സമുദായത്തിലുള്ള പല ആചാര്യന്മാരുടെ അടുത്തും മലയാള സമ്പ്രദായത്തിലുള്ള നാഗോപാസന രീതികളൊക്കെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, മിക്കവാറും പുള്ളുവ സമുദായത്തിലൊക്കെ തന്നെ. ഈ തെക്കൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ധർമ്മദൈവം പ്രധാനമായിട്ടും കാണുന്നത് സർപ്പം തന്നെയാണ്. പക്ഷേ വടക്കോട്ട് പോകുമ്പോൾ അവർ ദേവീയാരാധകരാണ്. ഈവൻ ഈ നമ്മുടെ ഈ തൃശ്ശൂരിന് വടക്കോട്ട് മലപ്പുറം പാലക്കാട് ഭാഗങ്ങളിൽ സർപ്പംതുള്ളൽ നടത്തുന്ന സമയത്ത് പന്തൽ വിധാനിച്ച് ഭഗവതിയെ ഇരുത്തിയിട്ട് ദേവിയുടെ കീഴിലേക്ക് സർപ്പങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. പക്ഷേ എന്നാൽ തെക്കൻ ജില്ലകളിലേക്ക് അങ്ങനെയല്ല. അവരുടെ ധർമ്മദൈവം അവരുടെ പരമമായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് സർപ്പദേവതയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുള്ളുവന്മാർ മാത്രമല്ല, ഈ സർപ്പം പാട്ട് നടത്തുന്ന വേറെയും സമുദായങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കല്ലാറ്റക്കുറുപ്പ് എന്ന് പറയുന്നൊരു സമുദായമുണ്ട്. അവർ അന്തരാള വിഭാഗക്കാരാണെന്നാണ് പറഞ്ഞത്. പൊതുവേ ഈ നമ്മൾ പറഞ്ഞ ഈ പ്രഭു കുടുംബങ്ങളിൽ ബ്രാഹ്മണ ഇല്ലങ്ങളിലൊക്കെ മുൻകാലത്ത് സർപ്പം തുള്ളൽ സർപ്പം പാട്ട് നടത്തിയിരുന്നവർ അവരാണ്, കല്ലാറ്റക്കുറുപ്പ് എന്ന് പറയുന്ന സമുദായം. അതുകൂടാതെ ഈ കല്ലാറ്റക്കുറുപ്പല്ലാത്ത കുറുപ്പ് മാരാർ സമുദായങ്ങളും ഈ നാഗങ്ങളുടെ കളമെഴുതിപ്പാട്ട് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാണ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെ തന്നെ കളമെഴുതി സർപ്പത്തെ സ്തുതിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെയും അവരുടെ തനതായിട്ടുള്ള ആരാധനാ പദ്ധതികളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രബലമായിട്ട് സർപ്പാരാധന ചെയ്യുന്ന സമുദായം എന്ന് പറഞ്ഞാൽ പുള്ളുവന്മാരാണ്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു സമുദായമാണ് പുലയ സമുദായം. പുലയ സമുദായത്തിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു തനതായൊരു സർപ്പാരാധനാ പദ്ധതിയുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ പുലസർപ്പം പാട്ട് നടത്തിയിരുന്നത് പുലയ സമുദായക്കാരാണ്. അപ്പോൾ അവർ ഈ സർപ്പത്തിൻ്റെ വട്ടക്കളങ്ങളാണ് അവർക്കുള്ളത്. മറ്റ് സർപ്പക്കളങ്ങൾ പോലെ അത്ര വർണ്ണാഭമായിട്ടുള്ളൊരു കളാവണമെന്നില്ല. പക്ഷേ അവരുടെ കർമ്മം വളരെ വിശിഷ്ടമായിട്ടുള്ള, മുന്നേ പറഞ്ഞതുപോലെ ഒരു മധ്യമ സമ്പ്രദായത്തിൽ മദ്യം, മാംസം, മത്സ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന, മത്സ്യം നിവേദിച്ചിട്ടുള്ള ഒരു കർമ്മങ്ങളാണ് അവരുടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നിരവധി സമുദായങ്ങൾ സർപ്പാരാധന ചെയ്യുന്നുണ്ട്. കളമെഴുത്തും പാട്ട് ഇവരാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളും നമ്പൂതിരി മുതൽക്ക് ഇവിടുത്തെ സകല സമുദായങ്ങളും സർപ്പാരാധന ചെയ്യുന്നവർ തന്നെയാണ്. അവർക്കൊക്കെ തന്നെ തനതായിട്ടുള്ള ആരാധനാ പദ്ധതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ദേവതമാരുടെ വിഷയം പറയുന്ന സമയത്ത് പലപ്പോഴും ദേവതയ്ക്കൊരു ഭാവമുണ്ടെന്ന് പറഞ്ഞില്ല, ഭാവത്തിന് അത് നാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു പദ്ധതി എന്നതിനപ്പുറത്തേക്ക് അത് ഇന്ന ദേവതയാണ്, അതുകൊണ്ട് അതിനെ ഇന്ന ദ്രവ്യങ്ങൾ കൊണ്ട് ഉപചരിക്കണം എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ അത് ആ സമുദായത്തിനും ഒരു ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ടുള്ള പലതരം ദ്രവ്യങ്ങൾ കൊണ്ട് പല സമ്പ്രദായത്തിൽ ദേവനെ ആരാധിക്കുന്ന രീതികൾ പൊതുവെ കണ്ടുവരുന്നുണ്ട്. നാഗതെയ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാഗമണികണ്ഠൻ, നാഗരാജാവ്, നാഗകാളി, നാഗക്കന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നാഗത്തിറകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ധർമ്മദൈവാട്ടം, നമ്മൾ ഈ മലവാഴിയാട്ടം എന്നൊക്കെ കേൾക്കുന്നത് പോലെ ധർമ്മദൈവാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നാഗത്തിനെയും ഭഗവതിയെയും നാഗഭൂതത്തിനെയൊക്കെ ആടിക്കുന്ന സമ്പ്രദായങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഈ ഒരു ആരാധനാ സമ്പ്രദായം അപ്പോൾ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പദ്ധതിയെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക? പുതിയ തലമുറയെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഈ പുതിയ തലമുറ രണ്ട് തരത്തിൽ വരാം. ഒന്ന്, ഈ പദ്ധതിയിലേക്ക് വരണം, ഇതിനെ ഉപാസിക്കണം, ഇല്ലേ കുടുംബത്ത് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ആചരണം ഉപാസിക്കണം എന്നതിനുപരിയായിട്ട് അവനവൻ്റെ കുടുംബത്ത് ഈ പദ്ധതി കൃത്യമായിട്ട് ആചരിക്കണം എന്ന തരത്തിൽ വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി എന്താ പറയുക, ആധുനികമായിട്ട് ചിന്തിച്ചിട്ട് കാവും കുളവും ഒക്കെ നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ രണ്ട് തരത്തിൽ വരാം. അപ്പം ഒന്നാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു ഉപദേവതയായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായമല്ല, ഇത് കുടുംബത്തിൻ്റെ സമസ്ത ഐശ്വര്യങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന തരത്തിൽ പല തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവരതിനകത്തേക്ക് കൊണ്ടുവരാം. പിന്നെ സർപ്പത്തെ പൂജിക്കുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കണം. പലയിടത്തും ഈ കാരണവന്മാരോ കന്യകമാരോ പൂജിക്കുന്ന സ്ഥലങ്ങളിൽ പുനഃപ്രതിഷ്ഠ കഴിയുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. പല കുടുംബങ്ങളിലും വിളക്ക് പോലും വെക്കണ്ട, നിങ്ങൾ വിളക്ക് വെച്ചാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞിട്ടുള്ള പല ആളുകളെയും നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവർക്ക് മതിയായിട്ടുള്ളൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സർപ്പത്തെ ആചരിക്കേണ്ടത് അവനവൻ തന്നെയാണ്, സന്തതി തന്നെയാണ് സർപ്പത്തെ ആചരിക്കേണ്ടത് എന്നുള്ളൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രമിക്കാറുണ്ട്. പല വെല്ലുവിളികളും നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെയാണ്, നിങ്ങളാണ് ഇതിനെ ആചരിക്കേണ്ടത്,
അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൻ്റെ ബാക്കി പത്രമോ അതിൻ്റെ ഒരു ഉപദേവതയായിട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന പദ്ധതിയല്ല. ഇത് മഹത്തായിട്ടുള്ള ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന ഒരു മെസ്സേജ് നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഉപാസന ഇല്ലെങ്കിൽ ആരാധനാ പദ്ധതിയെപ്പറ്റി താല്പര്യത്തോടെ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം, അപ്പോൾ കാവ്, കുളം മുതലായ കാര്യങ്ങൾ അങ്ങനെ തന്നെ തനിമയോട് കൂടിയിട്ട് നിലനിർത്തുക. സിമെൻറ്റ് ചിത്രകൂടോ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാവും ഒക്കെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബൃഹത്തായിട്ടുള്ള കാര്യം. പിന്നെ ഇത് പാമ്പിനെ ആരാധിക്കുന്ന രീതിയല്ല എന്നുകൂടിയും ആളുകൾക്ക് ബോധ്യമാവേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പം ഈ സർപ്പക്കാവുകളിലൊക്കെ ഇപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോയൊക്കെ ഇടും. ഇപ്പം മൂർഖൻ്റെ ഇത് നാഗമല്ലേ. അപ്പം ഇന്നാളൊരു തവണ ഒരു എണ്ണത്തോണിയിൽ ഒരു മഞ്ഞച്ചേര അതായത് ധ്വജപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ധ്വജത്തിനുള്ള ഒരു മരം അതൊരു എണ്ണത്തോണിയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ചേരയോ മറ്റൊരു പാമ്പ് വന്ന സമയത്ത് ആളുകൾ പറയുകയാണ് നാഗരാജാവാണെന്ന്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 10 പേര് ഇത് കണ്ടിട്ട് കൈകൂപ്പാനുണ്ടെങ്കിൽ 100 പേര് ഇതിനെ പരിഹസിക്കാനുണ്ട്. അപ്പോൾ ഇതല്ല നാഗാരാധന. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാമ്പുകൾക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യക്ഷമായിട്ടൊരു ആന വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് നമ്മൾ കണക്കാക്കും. അത് ഗണേശ സാന്നിധ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ആ ആന ഗണപതിയല്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾ സർപ്പക്കാവിൽ ഒരു സർപ്പാടിയന്ത്രം നടത്തുന്ന സമയത്ത് ഒരു പാമ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവതയുടെ സാന്നിധ്യമായിട്ട് നമുക്ക് നിമിത്തമായിട്ട് കണക്കാക്കാം. അതിനപ്പുറത്തേക്ക് ഇതാണ് ദേവത എന്ന് പറയുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വരും തലമുറയൊക്കെ അത് ശരിക്കും അതിനെ ഒരു പരിഹാസത്തോടെ കാണാനാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പദ്ധതിയുടെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യവും അതുപോലെ ആചാരവും ഉപാസനാപരമായിട്ടുള്ളൊരു പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കിതിന് ചെയ്യാൻ സാധിക്കുന്നത്. നാഗാരാധനയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? പുതിയ തലമുറ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇതിനകത്തേക്ക് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇതിനകത്തൊരു ആശാവഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ഇതിനകത്തേക്ക് വരണം എന്നുള്ളതാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി കുട്ടികൾ ഇങ്ങനത്തെ ഇപ്പോൾ ചിലരെ ആകർഷിക്കുന്ന ചിലപ്പോൾ സർപ്പം പാട്ടുകളാവാം, സർപ്പക്കളത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള ലോകമാവാം, ചിലപ്പോൾ കാവിലും ഒക്കെ പോയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അറ്റ്മോസ്ഫിയർ കൊണ്ടുള്ളൊരു സമാധാനമൊക്കെ ആവാം. പക്ഷെ എന്ത് തന്നെ ആയാലും പൊതുവെ ഒത്തിരി പുതുതലമുറകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന സമയത്ത് പൊതുവെ ഈ സർപ്പ ആരാധന എന്ന് പറയുന്നൊരു പദ്ധതിയിലേക്ക് ആളുകൾക്കൊരു ഭയപ്പാടുണ്ടാകുന്നുണ്ട്. ഇത് മറ്റാരോ ആരാധിക്കേണ്ടുന്നൊരു കാര്യമാണ്, നമ്മളിത് കാഴ്ചക്കാരാവേണ്ടുന്ന ഒരു സംഭവമാണെന്ന തരത്തിലൊരു ധാരണ പൊതുവെ ആളുകൾക്ക് കാണാനുണ്ട്. അത് പുതുതലമുറക്ക് പ്രത്യേകിച്ചുമുണ്ട്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇനി ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് പുതുതലമുറയ്ക്കാണ്, ഇനി വരുന്ന തലമുറയ്ക്കാണ് ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി ഈ ഒരു സമ്പ്രദായം എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് കൊടുക്കാനുള്ളൊരു സന്ദേശം.